ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, തക്കാളി. അതിന് ചേർക്കേണ്ട പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അല്പം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി. വൃത്തിയാക്കിയ ചെമ്മീൻ നമ്മൾ ശകലം വെള്ളം ഒഴിച്ച്, ഫുള്ള് വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ച് ശകലം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരു നുള്ള് ഉപ്പിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചെമ്മീൻ വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തത് ഈ കറിക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം. നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം അല്പം കടുക് ഇട്ട് കൊടുക്കുക. ശേഷം വറ്റൽമുളക്, 2-3 വറ്റൽമുളക്, കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമുക്ക് കരിവേപ്പില ഇട്ട് മുളകും കരിവേപ്പിലയും നല്ല രീതിക്ക് തന്നെ വഴണ്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ആദ്യം ഇട്ട് അതിൻ്റെ നിറം മാറുന്നത് വരെ വഴറ്റണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കിട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റി വരാൻ അല്പം ഉപ്പിട്ട് കൊടുക്കും. ഇട്ടാൽ വേഗം അത് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളിടാം. പൊടികളിടാൻ നേരത്ത് തീ കുറച്ച് വയ്ക്കണം. കുറച്ച് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ചെമ്മീൻ വേവിച്ച് എന്നാലും കറിക്കൂട്ടിൽ ഇടണം. കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടി നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ സവാളയായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. തീ കുറച്ച് വയ്ക്കണേ. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. സവാളയായിട്ട് നല്ല അത് ചേർന്നിട്ട് അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇടാം. തക്കാളി ഇട്ട് നല്ലോണം
സവാളയായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. തക്കാളി സവാളയെല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കിതിന് ചെമ്മീൻ ഇതിൻ്റെ കൂട്ടിലിടാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകലം ചിക്കൻ മസാല ഒരു നുള്ളിട്ടാൽ മതി, ഒരു ടേസ്റ്റായിരിക്കും. അതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ മസാലയും ഈ കൂട്ടും ചെമ്മീനും എല്ലാം കൂടെ ഇട്ട് ഒന്ന് നല്ലോണം ഇളക്കണം. എന്നിട്ട് അത് ഒരു 5 മിനിറ്റ് അതൊന്ന് മൂടി വയ്ക്കണം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കരിവേപ്പിലയും ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് ഇളക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണേ. സൂപ്പർ! അമ്മ ഉണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇത് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.